Hello everyone, welcome to Yet My Will Show powered by Fail Infected Media. Hyundai Creta N-Line. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് Hyundai Creta എന്ന് പറയുന്നത്. സോ നമുക്ക് പെട്രോൾ അവൈലബിൾ ആണ്, ഡീസൽ അവൈലബിൾ ആണ്. ആൻഡ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മളെ ക്രെറ്റയുടെ N-Line വേരിയൻറ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോസ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫുൾ ബ്ലോൺ റിവ്യൂ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫീൽ എന്താണ്, ഫീഡ്ബാക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് പലരും നമ്മളടുത്ത് ചോദിക്കാറുണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മൾ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വാഹനമായിട്ട് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. Hyundai എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ പെർഫോമൻസ് ഡിവിഷനാണ് N എന്ന് പറയുന്നത്. സോ N എന്ന് പറയുന്ന കാറുകൾ എന്ന് പറയുന്നത് ആക്ച്വലി i20 N ഉണ്ട്, Ioniq 5 N ഉണ്ട്. N എന്ന് പറയുന്നത് ഒരു ഫുൾ ബ്ലോൺ പെർഫോമൻസ് കാറായിരിക്കും. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമുക്ക് നിലവിൽ ഫുൾ ബ്ലോൺ N കാറുകൾ അവൈലബിൾ അല്ല. എന്നാൽ ആ ഒരു ഫീലിനോട്, ആ ഒരു സ്പോർട്ടി പെർഫോമൻസിനോട് കുറച്ചെങ്കിലും നീതി പുലർത്താൻ സാധിക്കുന്ന കുറച്ചധികം മോഡലുകൾ നമുക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ i20 N-Line ആൻഡ് ആ ഒരു നിരയിലേക്ക് ഏറ്റവും റീസെൻ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന വാഹനമാണ് Creta N-Line എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് റെഗുലർ വാഹനമായിട്ടുള്ള വ്യത്യാസം എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. N-Line വാഹനങ്ങളെ സ്പെഷ്യലാക്കുന്ന കുറച്ച് പ്രത്യേക ഘടകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ വാഹനത്തിന് ചുറ്റുമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചുവന്ന നിറത്തിലുള്ള N-ലൈനുകൾ, അതിന് N-ലൈനുകൾ എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. N-Line സ്പെസിഫിക് ആയിട്ടുള്ള അലോയ് വീൽസ്, N-Line സ്പെസിഫിക് ആയിട്ടുള്ള സീറ്റ്സ്, ലെതേഴ്സ് ആൻഡ് സീറ്റ്സിലെ പൈപ്പിങ്സ്, അതുപോലെ സ്റ്റിയറിംഗ് വീൽ അടക്കം ഒരുപാട് സവിശേഷതകളാണ് N-Line സ്പെസിഫിക് ആയിട്ട് Hyundai നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയ Hyundai Creta N-Line വന്നിരിക്കുന്നത് ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇത് ഏകദേശം 158 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ് 250 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് 7 സ്പീഡ് DCT ആണ്. ആൻഡ് ഇതിലൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഇതേ സെയിം എൻജിൻ തന്നെയാണ് നമുക്ക് Hyundai വെർണയിലും ലഭിക്കുന്നത്. വെർണയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെർണ ഒരല്പം കൂടി ഫാസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സെയിം എൻജിനും സെയിം ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ കൂടി വെർണ ഒരല്പം ഫാസ്റ്ററായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ വാഹനത്തിൽ രസകരമായ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും, വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന വളരെ ഉപകാരപ്രദമായിട്ട് പല ഫീച്ചേഴ്സും കാര്യങ്ങളും. അതിനകത്ത് ഒന്നാണ് ഇതിൻ്റെ വൈപ്പർ ബ്ലേഡിൻ്റെ സ്പീഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഇത് ഓഫാണോ, ഇൻ്റർമീഡിയറ്റ് സ്പീഡിലാണോ, ലോ സ്പീഡിലാണോ, ഹൈ സ്പീഡിലാണോ എന്നുള്ളത് കൃത്യമായി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കും. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും, കൂടാതെ ഈ വാഹനത്തിൽ ലെവൽ 2 അഡാസ് ഫംഗ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ വാഹനം എടുക്കുന്ന സമയത്ത്, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എനിക്ക് റിയറിൽ കൊളീഷൻ വാർണിംഗ് ഉണ്ടായിരുന്നു. വാഹനം സഡനായിട്ട് സ്റ്റോപ്പ് ആവുകയുണ്ടായി. ഞാനിപ്പോൾ നിലവിൽ അതുകൊണ്ട് തന്നെ അഡാസ് ഫംഗ്ഷൻസും കാര്യങ്ങളും ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കുമ്പോൾ, കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുന്ന സമയത്ത് അഡാസ് പലപ്പോഴും ഇൻട്രപ്റ്റ് ചെയ്തേക്കാം എന്നുള്ളതുകൊണ്ട് ഞാനത് ഓഫാക്കിയിട്ടേക്കാം. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ Hyundai എന്നും മുന്നിലാണ്. നിങ്ങൾ നൽകുന്ന എക്സ്ട്രാ ബക്സിനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്കായി Hyundai ഈ വാഹനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇന്ത്യക്കായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ സ്പെഷ്യൽ വേരിയൻറ്റുകളും കാര്യങ്ങളും നൽകുന്നതിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. i20 N-Lineലാണ് ഇതിൻ്റെ തുടക്കം. നമ്മളെ റെഗുലർ വേരിയൻറ്റിന് നൽകിയിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇനി Hyundai ഇന്ത്യനുള്ളൊരു എളിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് വെർണയിൽ ഇതുപോലൊരു സ്പെസിഫിക് ആയിട്ടുള്ള, കുറച്ച് പെർഫോമൻസ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു വാഹനം നമുക്ക് നൽകണം എന്നുള്ളതാണ്. സ്വന്തം സെഗ്മെൻറ്റിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് അത് അത്യാവശ്യം അടികല്ലി ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ഒരു ലുക്സിനെ പറ്റിയുള്ള രണ്ട് തരക്കാർ മൂലം, രണ്ട് വശങ്ങൾ മൂലം പലരും ആ വാഹനത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അടികല്ലി പെർഫോമൻസും കാര്യങ്ങളും ഉള്ളൊരു വാഹനമാണ് വെർണ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ N-Lineനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് അതിനെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ചുകൂടി രസകരമായിട്ട് തോന്നാറുണ്ട്. അതൊരു സെഡാൻ വാഹനമാണ് സ്റ്റിൽ. കാരണം അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സും മറ്റും വളരെയധികം ഓവർ റേറ്റഡായിട്ട് ഒരു ടോക്സിക് ഫാൻ ബേസ് ഉള്ള രീതിയിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ അത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കംഫർട്ടിൻ്റെ ലെവലിൽ ഇപ്പോഴും അത് മെച്ചപ്പെട്ട് വന്നു എന്നല്ലാണ്ട് നമ്മളെ
ക്രെട്ട ഒരിക്കലും ആ ഒരു കാര്യത്തിൽ താഴേക്ക് പോയിട്ടില്ല. അതിൻ്റെ ഗ്രാഫ് എപ്പോഴും മുകളിലേക്ക് വന്നിട്ടുണ്ട്, എന്നാൽ അത് ഒരിക്കൽ പോലും ഗ്രാഫും കാര്യങ്ങളും താഴേക്ക് പോയിട്ടില്ല. നമ്മളിപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്, പെരുവണ്ണാമൊഴി ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ എൻ്റെ സൈഡിലത്തെ വിൻഡോയിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡാം സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ റെഗുലർ വേരിയൻറ്റിനെ അപേക്ഷിച്ച് നിങ്ങൾ ഈ വാഹനത്തിന് എക്സ്ട്രാ നൽകുന്ന ഓരോ ചില്ലിക്കാശും മുതലാവുന്ന രീതിയിലാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആൻഡ് റെഗുലർ വേരിയൻറ്റിന് കുറച്ച് പേർക്കെങ്കിലും പോളറൈസിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു വൈറ്റ് കളർ ആൻഡ് സിൽവർ കളർ, ഗ്രേ കളറിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളാണ്. എന്നാൽ അതിന് പകരമായിട്ട് നിറയെ റെഡ് ലൈനുകളും റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ വൈറ്റ് ഇൻറ്റീരിയർ ഒരു പ്ലസൻറ്റ് ഫീൽ നൽകും എന്നാണ് എൻ്റെ അവകാശപ്പെടുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി രസകരമായി എനിക്ക് തോന്നിയത് ഈ ഡാർക്ക് ഇൻറ്റീരിയേഴ്സാണ്. ആൻഡ് ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽസ് റെഗുലർ വേരിയൻറ്റിനെ അപേക്ഷിച്ച് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അലോയ് വീൽസ്, ഇതിൻ്റെ ചുറ്റുമുള്ള ഇതിൻ്റെ കളർ സ്കീമുകൾ, പെയിൻറ്റ് സ്കീമുകൾ, കാര്യങ്ങളെല്ലാം വളരെയധികം ഡിഫറൻസ് ഉണ്ട്. എല്ലാം നമ്മളാ നൽകുന്ന എൻലൈൻ എന്ന പേരിൽ എക്സ്ട്രാ നൽകുന്ന ആ ഒരു ചില്ലിക്കാശിനും വെറുത്താവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷനിലും എനിക്ക് കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും തോന്നുന്നുണ്ട്. എന്നാൽ ഒരു തരി പോലും നമ്മളുടെ യാത്രികരുടെ കംഫർട്ടും കാര്യങ്ങളും അപഹരിക്കാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഈ വാഹനത്തിൽ നേരത്തെ വരുന്ന സമയത്ത് ഞാനിത് റിയർ സീറ്റിൽ ഇരുന്നിട്ടായിരുന്നു അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റും, നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ ഒരു പരാതി ഒന്ന് കുറച്ചുകൂടി റിക്ലൈനൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമുക്കൊരു ആഗ്രഹം തോന്നിപ്പോകും. ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി, ഞാനിപ്പോൾ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ഈവൻ ഇഫ് ഇതൊരു SUV ആണെങ്കിൽ കൂടി കുറച്ചുകൂടി താഴ്ന്ന പൊസിഷനിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ആ പൊസിഷൻ അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്, പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു എന്നുള്ളതും. ആൻഡ് അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓടിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് വിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ വാഹനം ഇതിൽ കയറിപ്പോകും, അല്ലെങ്കിൽ സൈഡുകളൊക്കെ കണ്ട് സൈഡുകളൊന്നും വരയ്ക്കാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ ഓടിച്ച് പോകാൻ പറ്റും. ആൻഡ് ഇവിടെ ആണെങ്കിലും പല സ്ഥലത്തും ഞാൻ നിർത്തിയിട്ട് പെട്ടെന്ന് കുത്തിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് വാഹനം പെട്ടെന്ന് കയ്യിലായ പോലത്തെ ഒരു ഫീലുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെർഫോമൻസ് സ്പെസിഫിക് ആയിട്ടുള്ള വേരിയൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി വാഹനം സ്റ്റിഫാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമുക്ക് ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ എപ്പോഴും നമുക്ക് നൽകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റിലെ എൻലൈൻ എക്സ്പേർട്ടായിട്ടുള്ള KVR ഹ്യുണ്ടായാണ്. ഞാനിവരെ എൻലൈൻ എക്സ്പേർട്സ് എന്ന് വിളിക്കാൻ ചുമ്മാ വിളിക്കുന്നതൊന്നുമല്ല. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം നമ്മളും KVR ഹ്യുണ്ടായും കൊളാബ് ചെയ്തിട്ട് ഒരു എൻലൈൻ ഓണേഴ്സിൻ്റെ മീറ്റപ്പും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ഓണേഴ്സിനും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അവരുടെ നിന്ന് ഒരുപാട് ഫീഡ്ബാക്സും കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയുണ്ടായി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ളൊരു പരിപാടികളും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത വാഹനം ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു എൻലൈൻ എക്സ്പീരിയൻസ് ചെയ്യണം. പോട്ടെ IONIQ 5 ആയിക്കോട്ടെ, ഹ്യുണ്ടായിൻ്റെ ഏത് വാഹനം ആയിക്കോട്ടെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും KVR ഹ്യുണ്ടായി ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം അവരതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒരുക്കി നൽകുന്നതായിരിക്കും. ആൻഡ് ഇവരുടെ കയ്യിൽ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ i20 എൻലൈൻ ആയിക്കോട്ടെ, ക്രെട്ട എൻലൈൻ ആയിക്കോട്ടെ, വെന്യൂ എൻലൈൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും നേരം മറന്നുപോയ മറ്റൊരാളാണ് വെന്യൂ എൻലൈൻ എന്ന് പറയുന്നത്. വെന്യൂ എൻലൈൻ ആയിക്കോട്ടെ എല്ലാം തന്നെ ഇവരുടെ സ്റ്റോക്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് KVR ഹ്യുണ്ടായി ആയിട്ട്. ആൻഡ് നമ്മളുടെ ഇത്രയും കാലത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിങ്ങളെ സപ്പോർട്ടില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ആൻഡ് നമ്മളുടെ ഡെയിലി അപ്ഡേറ്റ്സിനും നമ്മളുടെ ഡെയിലി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മളെ ഇൻസ്റ്റഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അടിയിൽ നൽകുന്നതായിരിക്കും. ആൻഡ് നമ്മൾ കൂടുതൽ രസകരമായ കണ്ടൻറ്റുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അപ്പു ജോസഫ് സൈനിങ് ഓഫ് ഫ്രം ഗെറ്റ് മൈ വീൽ ഷോ പവർഡ് ബൈ ഫിയർ ഇൻഫെക്റ്റഡ് മീഡിയ.